യോഹന്നാൻ ഈ 4 സുവിശേഷവും നമുക്ക് വേണ്ടായിരുന്നു, ഒരെണ്ണം മതി. പക്ഷെ 4 കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം സുവിശേഷം, ഗുഡ് ന്യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ബോറടിച്ചാലും പിന്നെയും പിന്നെയും സെയിം സംഭവം 4 പ്രാവശ്യം 4 രീതിയിൽ 4 നല്ല സൂപ്പറായിട്ട് അവതരിപ്പിച്ച 4 സുവിശേഷം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സുവിശേഷം എന്താണ്? സുവിശേഷം നല്ല വിശേഷം. മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് മാറാരോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, ഞാൻ പറയുന്നില്ല. മാറാരോഗം, അപ്പൊ ഡോക്ടർമാർക്ക് അതിന് മരുന്നില്ല, അല്ലേ? മരുന്നില്ല. അപ്പോഴാണ് ഒരു വ്യക്തി ആ മരുന്ന് കണ്ടുപിടിച്ചത്. സ്തോത്രം. ആ മരുന്ന് കണ്ടുപിടിച്ചു എന്ന് നമ്മളെ ഒരാൾ വന്ന് അറിയിക്കുമ്പോൾ നമ്മളും മരിച്ചു പോകേണ്ടുന്ന സാഹചര്യത്തിൽ സ്തോത്രം ഒരു ആൾ വന്ന് അറിയിക്കുകയാണ്, ഇന്നടുത്ത് ഈ മരുന്നുണ്ട്, നീ പോയാ നീ മരിക്കാതെ രക്ഷപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ മരുന്ന് കണ്ടുപിടിച്ച അടുക്കൽ ആളെപ്പറ്റി ഇന്നൊരു ഏജന്റ്, ഇന്നൊരു വ്യക്തി വന്ന് പറയുന്ന ആ വിശേഷത്തെയാണ് സുവിശേഷം. ഹല്ലേലൂയ. മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മുടെ പെനിയൽ ഗോസ്പൽ സഭ സ്തോത്രം ഒരു മരുന്ന് കണ്ടുപിടിച്ച് നിങ്ങളോട് പറയുന്നതാണ് സുവിശേഷം. എന്താണ്? സ്തോത്രം. സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കാൽവരി കൊലക്കളത്തിൽ യേശു ക്രിസ്തുവിന്റെ ചങ്കിൽ നിന്നും തിരുരക്തമായി ധാരധാരയായി ഒഴുകിയ മണി പോലുള്ള മുത്തായ രക്തമാണ് നമുക്ക് നിത്യജീവൻ തരുന്നെന്നുള്ള ആ സുവിശേഷം. ഹല്ലേലൂയ. അപ്പം നമ്മൾക്കെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവൻ മരിച്ചു, സ്തോത്രം. നമ്മളോട് കൂടെ പഠിച്ചവർ മരിച്ചു, ആൻറ്റി മരിച്ചു, അപ്പച്ചൻ മരിച്ചു, മാമൻ മരിച്ചു. 4 തോളിലും തൂക്കിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് കാണുന്ന സംഭവം എങ്ങനെയിരിക്കും? ദുഃഖമാണോ സന്തോഷമാണോ? സ്തോത്രം. നിങ്ങൾ തന്നെ അതിന് അറിയാമല്ലോ. പലരും സ്തോത്രം ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് മരണത്തെ മരിക്കുന്നവരെ നിങ്ങൾ മുഖാമുഖമായി കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ വരുമ്പോൾ കല്ലറയിടയിൽ കൂടെ കല്ലറകൾ തമിഴിലെ കല്ലറ തന്നെ. സ്തോത്രം. കല്ലറകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ പേടിച്ച് ആ സമയം വരെ സന്തോഷത്തോടെ ചിരിച്ചു പോകുമ്പോൾ ആ സ്ഥലം എത്തുമ്പോൾ പെട്ടെന്നൊരു പേടി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് സ്തോത്രം അപ്പോൾ പേടിച്ചും ചില കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെ പിശാചുക്കളുണ്ട്, രാത്രിയായ അതുവഴി പോകാൻ പാടില്ല. ഇങ്ങനെ സ്തോത്രം മരണത്തെ സ്തോത്രം മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ശവക്കല്ലറകളെ കുറിച്ച് കാണുമ്പോൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഒരു മരണഭീതി ഇങ്ങനെ ഉണ്ടാകും. സ്തോത്രം. ഇതിനപ്പുറം ഒന്നുമില്ലയോ? ഈ മരിച്ച എണീറ്റ് വരാൻ ഒരിക്കലും പറ്റത്തില്ലയോ? 10 വയസ്സായവർ മരിക്കുന്നു, 20 വയസ്സായവർ മരിക്കുന്നു, പിഞ്ച് കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് മരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്, ഇവരെ ജീവിപ്പിക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ പോയി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞേനെ. പക്ഷേ സ്തോത്രം അങ്ങനെ ഒന്നും എൻ്റെ മുമ്പിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. പലരും കണ്ടിട്ടുണ്ടെന്ന് യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട്. സ്തോത്രമായിടോണോ? 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടം ഭാഗ്യമുള്ള കാലഘട്ടം. ഹല്ലേലൂയ. യേശു പോയിടത്തൊക്കെയും മരിച്ചവർ എഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നാൽ ഇതേ സംഭവം സ്തോത്രം യോബിന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുൻപ് താൻ എലീഹു എന്നുള്ള ഒരു മനുഷ്യൻ യോബിനോട് പറയുകയാണ്. എങ്ങനെ? യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 33-ാം അധ്യായം 23 മുതൽ 25 വരെ. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു മനുഷ്യന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ മരിച്ചാൽ അവന് മറുവില കൊടുപ്പാൻ, അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ, അവനെ ശവക്കുഴി കാണാതെ വണ്ണം അവനെ തിരികെ കൊണ്ടുവരുവാൻ, അവനെ സ്തോത്രം ആ മരണത്തിന് കൊടുക്കാതെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു പൈസയ്ക്കും ഒരു ഡോക്ടറിനും ഒരു മനുഷ്യനും സാധ്യമല്ല. ഈ ലോകം തന്നെ വിറ്റാൽ പോലും സ്തോത്രം സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എലീഹു എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യോബ് പുസ്തകം 33-ന്റെ 23 മുതൽ 25 വരെ.
ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയണ ഒരു ഏഞ്ചലിനെ കുറിച്ച്, എനിക്കൊന്ന് ഏഞ്ചൽ ഓഫ് ഗാഡ് എന്ന് പറയുമ്പോൾ ആമേൻ, സ്തോത്രം, നെബൂഖദ്നേസർ രാജാവ് കണ്ടതുപോലെ ആ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ നടുവിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ദൂതനായി ചിത്രീകരിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ദൈവത്തിന്റെ ദൂതൻ യേശു ക്രിസ്തുവിന് സമാനമായ ദൈവദൂതൻ അന്നാളുകളിൽ അവർക്ക് വെളിപ്പെട്ടത് അങ്ങനെയായിരുന്നു. അവൻ ദൈവത്തിന്റെ ദൂതൻ ആമേൻ മേഘത്തിന്റെ മുകളിൽ നിന്നും ആമേൻ താഴേക്ക് നോക്കി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് തണലായി, ചൂട് സമയത്ത് തണലായും ആമേൻ കൊടും തണുപ്പത്ത് ആമേൻ ചൂടായും തന്നെത്താൻ വെന്ത് ഉരുകിയ ഒരു ദേവകുമാരൻ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ആമേൻ ദേവകുമാരനായിട്ട് എലീഹു കണ്ടിട്ട് പറയുകയാണ്, ഒരു ആമേൻ ശരീരത്തെ കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ, സ്തോത്രം. സഹോദരൻ തൻ്റെ പാപങ്ങളെല്ലാം അറിക്കை ചെയ്താൽ ആമേൻ ആ ശരീരം തനിക്ക് പകരമായിട്ട് യാഗം കഴിക്കുകയും താൻ ശവക്കുഴി കാണാതെ രക്ഷപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഡീപ്പായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അടുത്തതിനോട് സമാനമായി നമ്മൾ ഹീബ്രു ആമേൻ, സ്തോത്രം, ലേഖനത്തിൽ 2:10 നമുക്ക് വായിക്കാം. ഹീബ്രു 2:10, എബ്രായർ 2:10. ഇവിടെ ഈ ദൂതൻ, അതായത് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേ, അതായത് യോബിന് ശേഷം, യോബിന്റെ കാലഘട്ടത്തിൽ ആമേൻ 2000 വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആമേൻ അത് അവന്റെ ശരീരത്തിൽ ആമേൻ, സ്തോത്രം, കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കേണ്ടത് യുക്തമെന്ന് എഴുതപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ കരുതപ്പെട്ടിരുന്നു. അതിന് ആവശ്യമായി വന്നിരുന്നു. ആമേൻ, സ്തോത്രം. 2:14. മതി. ഹല്ലേലൂയ. അതായത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളാകയാൽ ആമേൻ, സ്തോത്രം, നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നത് കൊണ്ട്, നമ്മുടെ ശരീരത്തിൽ മാംസമുള്ളത് കൊണ്ട് ആമേൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആമേൻ നമ്മളെപ്പോലെ ഒരു ശരീരം എടുത്തു വന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോലെ കഷ്ടം അനുഭവിക്കാൻ വേണ്ടി വന്നു. നമ്മളെപ്പോലെ ഹല്ലേലൂയ വിശപ്പ് അറിയുവാൻ വന്നു. നമ്മളെപ്പോലെ ആമേൻ, സ്തോത്രം, പാടുകൾ അനുഭവിപ്പാൻ വേണ്ടി വന്നു. അടുത്ത ഭാഗം ആമേൻ, 2:15. മതി. ഹല്ലേലൂയ. അതായത് ആമേൻ, സ്തോത്രം, യേശു ക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു മരണഭയത്തിലായിരുന്ന എന്നെ, ആമേൻ, മരണഭയത്തിലായിരുന്ന നിങ്ങളെ, ആമേൻ, സ്തോത്രം, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ആൻറ്റി അങ്കിൾമാർ മരിക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചവരെ തൂക്കിക്കൊണ്ട് കല്ലറയിൽ കൊണ്ടുപോകുമ്പോൾ, അയ്യോ ആമേൻ, ഇതിനൊരു അതിൻ്റെ അപ്പുറം എനിക്കില്ലയോ നമ്മൾ വേദനയോടെ പേടിയോടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇതേ അനുഭവത്തിൽ കൂടെ ആമേൻ, സ്തോത്രം, കല്ലറയിലേക്ക് യേശുവിനെയും കൊണ്ടുപോകുകയാണ്. ആമേൻ, സ്തോത്രം. കല്ലറകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആമേൻ എല്ലാവരും വിചാരിച്ചു, യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും ആമേൻ വിചാരിച്ചു, ഇതോടെ യേശു ക്ലോസായി. എല്ലാവരെ പോലെ, സകല മാനവരാശികളെ പോലെ അവൻ കല്ലറയിൽ ഉള്ളിലേക്ക് പോകും, ഇനി തിരിച്ചു വരത്തില്ലെന്നുള്ള ആമേൻ, സ്തോത്രം, അതേ അനുഭവം, അതേ ഭീതി അവർക്കും ഉണ്ടായി. എങ്കിലും 3-ാം നാൾ കഴിഞ്ഞ് അവൻ യേശു മാത്രം മരിച്ചവരിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. മരണത്തിലൂടെ അവൻ, സ്തോത്രം, മരണത്തെ ജയിച്ചു. നമുക്ക് വേണ്ടി ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആമേൻ, നമുക്ക് ഒരു പ്രത്യാശ. ആമേൻ, സ്തോത്രം. വിശ്വസിക്കുന്ന നമുക്ക്, അവൻ വിശ്വസിക്കാത്തവർക്ക് ഇന്ന് വിശ്വസിച്ചാൽ ഇന്നു മുതൽ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ആമേൻ മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ഈ മൈക്കിൻ്റെ ആവശ്യം. ഹല്ലേലൂയ. ഈ മൈക്കിൻ്റെ ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഈ അനുഭവം ആമേൻ, നമുക്കൊരു സന്തോഷം തരുന്നത്, ഈ അനുഭവം നമുക്കൊരു ധൈര്യം തരുന്നത്, ഈ അനുഭവം നമുക്കൊരു കോൺഫിഡൻസ് തരുന്നത്, ഈ ധൈര്യം നമുക്ക് മരണത്തെ ആമേൻ, സ്തോത്രം, ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്ന ഒരു അനുഭവം. കാരണം പുതിയ നിയമമെല്ലാം വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. സഹോദരൻ ശവക്കുഴി കാണാതെ
അവൻ മറുവില കൊടുക്കുവാൻ ആർക്ക് കഴിയും? അവൻ രോഗികൾ വേദനയോടെ കരയുമ്പോൾ, ഡോക്ടർമാർ കൈയൊഴിയുമ്പോൾ, സ്തോത്രം, ഒരു മനുഷ്യനെ ജയിലിൽ നിന്നും വിടുവിക്കുവാൻ ജയിൽ അധികാരികൾക്ക്, ജഡ്ജിന് പോലും കഴിയാതെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി ബറബ്ബാസിനെ വിട്ടുകൊടുത്തിട്ട്, ദുഷ്ടനെ വിട്ടുകൊടുത്തിട്ട്, യേശു ക്രിസ്തു ബറബ്ബാസിന് പകരം നമുക്ക് പകരം നമ്മുടെ സഹോദരന്മാർക്ക് പകരം കാൽവരി കുരിശിൽ തൂങ്ങിയത്. സ്തോത്രം, മരണത്തിൽ കൂടെ നമ്മളെ മരണത്തെ ജയിപ്പാൻ, മരണത്തിൽ കൂടെ മരണത്തെ ജയിച്ചുകൊണ്ട് നമുക്ക് വിടുതല നൽകി. ഹല്ലേലൂയ, സ്തോത്രം. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരുള്ളൂ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ അർത്ഥം മനസ്സിലാക്കി പാടുക. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ആമേൻ, സ്തോത്രം. ഘോരനായ മരണാധികാരിയായിരുന്ന ഘോരനാം പിശാച് മരണത്തെ, സ്തോത്രം, സ്തോത്രം, മരണത്തിൻ്റെ മുമ്പിൽ വിറങ്ങലടിച്ചിരിക്കുമ്പോൾ മരണത്തിനാലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുകൊണ്ട് ഭീതി നമുക്ക് മാറ്റിത്തന്നു. ഹല്ലേലൂയ. ഇതുപോൽ സ്വജീവൻ തന്നൊരു ആത്മസ്നേഹിതൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. രാത്രിക്കാൽ നമ്മുടെ അന്തരാത്മാവിൽ ചോദിക്കട്ടെ, ധ്വനിക്കട്ടെ ഈ ശബ്ദം. ഇതുപോലെ നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ ആരുണ്ട്? നമ്മളെ മരിച്ചാലും നമ്മളെ വരവേൽക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ അവനെ വിശ്വസിച്ചിരിക്കുന്ന നമ്മളെല്ലാവരെയും സ്തോത്രം വരവേൽക്കുവാൻ സ്വർഗ കവാടം തുറന്നുകൊണ്ട് അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അറ്റത്തിൽ. ഹല്ലേലൂയ. അങ്ങേയറ്റത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച് ലോർഡ് ജീസസ്. നിന്റെ സുവിശേഷം എത്രയോ സന്തോഷം. നിന്റെ സുവിശേഷം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് പ്രാണനെ തണുപ്പിക്കുന്നു. നിന്റെ സുവിശേഷം ഞങ്ങൾ കർത്താവേ സന്തോഷം. നിന്റെ സുവിശേഷം ഞങ്ങൾക്ക് എല്ലാ മുത്തുകളെക്കാളും വലുത്, എല്ലാ മാനത്തെക്കാളും, ഭൂമിയിലുള്ള സകല മാനത്തെക്കാളും വലുത് നിന്റെ സുവിശേഷം കർത്താവേ. നിന്റെ രക്ഷ സകല എല്ലാത്തിനേക്കാളും വലുത് കർത്താവേ. കർത്താവേ, നിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നിനക്കായി ജീവിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തികരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.